ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. 2020 കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിയ രാജേഷ് ജെയിംസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെൻ്ററിയാണ് ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട 3 വനിതകളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ പേരിൽ വിഷമിച്ച് നമ്മൾ മാറി നിൽക്കുകയാണ് സാധാരണ പതിവ്, അല്ലേ? പക്ഷേ സമൂഹത്തിലെ പ്രതിബന്ധങ്ങൾ വിജയകരമായി തരണം ചെയ്ത് ജീവിത വിജയം നേടിയ 3 സാധാരണ വനിതകളെക്കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്നത്. അതെ, വെറും സാധാരണ വനിതകൾ. കാക്കനാട് പൊതുശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന സെലീന മൈക്കിൾ, തൃപ്പൂണിത്തുറ സ്വദേശിയും ഫുട്ബോൾ താരവും പിന്നീട് പരിശീലകയുമായ CV സീന, കുണ്ടറ സ്വദേശിയായ മത്സ്യബന്ധന തൊഴിലാളിയും നാടൻ പാട്ടുകാരിയുമായ അമ്മിണിയമ്മ എന്നിവരുടെ ജീവിതമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ ഈ ഡോക്യുമെൻ്ററി ഷിംല രാജ്യാന്തര ചലച്ചിത്രോത്സവം, തൃശൂർ ലോഹിതദാസ് ഫിലിം ഫെസ്റ്റ്, കൊൽക്കത്ത ഫിലിം ഫെസ്റ്റ് എന്നീ ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൊച്ചി കാർണിവൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. കൊച്ചി കാർണിവലിനോടനുബന്ധിച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്, അല്ലേ? അപ്പോൾ ഈ പാപ്പാഞ്ഞി എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് പദമാണ്. അതിനർത്ഥം ഓൾഡ് മാൻ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്നൊക്കെയാണ്. ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 31 അർദ്ധരാത്രി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ പഴയ വർഷത്തിൻ്റെ വിടവാങ്ങലിനെയും പുതിയ വർഷത്തിൻ്റെ തുടക്കത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫോർട്ട് കൊച്ചി ഏകദേശം 500 വർഷക്കാലം കോളനി വാഴ്ചയ്ക്ക് കീഴിലായിരുന്നു. അതായത് ഈ വിദേശികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാരൊക്കെ ഈ ഫോർട്ട് കൊച്ചിയെ തങ്ങളുടെ കേന്ദ്രമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കോളനി വാഴ്ചയുടെ ഭൂതകാലത്തിൽ നിന്നും അതിജീവിച്ചിട്ടുള്ള ഫോർട്ട് കൊച്ചിക്കാർ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ തിന്മയെ മറന്നുകൊണ്ട് നന്മയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാർണിവൽ നടത്തുന്നത്. ഈ കാർണിവൽ ദിവസം ഈ പറയുന്ന 3 സാധാരണ സ്ത്രീകളും അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. പുതുവർഷത്തെ വരവേൽക്കാനായി കൂടിയ ആ ജനത്തിരക്കിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനെത്തിയ ഇവർ 3 പേരും അവരുടെ അഭിപ്രായങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ 3 പേരുടെയും കഥയാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ മുന്നോട്ട് പോകുന്നത്. തണ്ടർ എന്ന് പറയുന്ന കഥ വനിതാ ഫുട്ബോളറും കോച്ചുമായിട്ടുള്ള, അതുപോലെ തന്നെ ലൈറ്റനിങ് എന്ന് പറയുന്നത് ശവസംസ്കാര ജോലി ചെയ്യുന്ന സെലീന മൈക്കിളിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ റെയിൻ എന്ന് പറയുന്ന ഭാഗം അവതരിപ്പിക്കുന്നത് അമ്മിണിയമ്മ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെക്കുറിച്ചാണ്. അപ്പോൾ തണ്ടർ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമായിട്ട് ഈ ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്നത്. 1997-99 കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിച്ച വ്യക്തിയാണ് സീന എന്ന് പറയുന്നത്. അത്തരത്തിൽ CV സീന ഫുട്ബോൾ തട്ടുന്ന ഒരു സീനോട് കൂടിയാണ് ഈ തണ്ടർ എന്ന് പറയുന്ന ഭാഗം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ വുമൺ ഫുട്ബോളറാണ് ആര്? CV സീന, അല്ലേ? അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഫുട്ബോളർ ആയ സമയത്ത് എല്ലാവർക്കും അതിശയമാണ്, ഈ പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്നൊരു ചോദ്യം എപ്പോഴും പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവർ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിശീലിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ആൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അവർ സ്വന്തം ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടത്. ആദ്യമായിട്ട് ഒരു നല്ല ഡ്രസ്സ് അവർ ധരിക്കുന്നത് ജർമ്മനിയിൽ കളിക്കാനായിട്ട് അവസരം കിട്ടിയ സമയത്ത് എല്ലാവരും പോലെ വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അവർ എയർപോർട്ടിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് കണ്ണാടി മുന്നിൽ പോയി നിന്ന സമയത്ത് അവരുടെ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ തൻ്റെ ചെറിയൊരു അനുഭവം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ജർമ്മനിക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ മണി മാറി വരാൻ തുടങ്ങി. അപ്പോൾ ഇവരും എന്ത് ചെയ്തു? ഇന്ത്യൻ മണി മാറാനായിട്ട് അങ്ങോട്ട് ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി പണം വേണമോ എന്ന്. ഇവർ വേണ്ട എന്ന് പറഞ്ഞ് തിരികെ വന്നെങ്കിലും പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ എത്ര രൂപയാണ് മാറിയത് എന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ 40,000-30,000 രൂപയൊക്കെയാണ് മാറിയെടുത്തത്. പക്ഷേ ഇവർ മാറാൻ ചെന്നത് വെറും 150 രൂപയാണ്. ആകെ കയ്യിൽ അത്രയും രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ആൾ ചോദിച്ചത്, നിങ്ങൾക്ക് കൂടുതൽ പൈസ വേണമോ എന്ന്. അപ്പോൾ അതൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വിഷമങ്ങളിൽ ഒന്നായിട്ടാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഏറ്റവും സന്തോഷം കിട്ടിയ സെലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ തന്നെയായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ സെലക്ഷൻ ലിസ്റ്റിൽ 2ാമത്തെ പേര് സീന CV എന്ന് വായിച്ചപ്പോൾ ശരിക്കും കൺട്രോൾ പോയി എന്ന് അവർ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. പിന്നെ എല്ലാവരെയും പോലെയുള്ള ഒരു വിവാഹ ജീവിതം അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ്റെ ക്രൂരതകൾ കണ്ട് വളർന്ന അവർക്ക് പിന്നീട് വിവാഹം എന്ന് പറയുന്നത് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. അമ്മയെ അച്ഛൻ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന അടിയൊക്കെ എന്താണ് അവരുടെ ജീവിതത്തിൽ വളരെയധികം പേടി ഉളവാക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇവർക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ചു പോയി. പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ മരിക്കുകയും ചെയ്തു. അമ്മയുള്ള കാലം വരെ പല വീടുകളിലും ജോലിക്ക് പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അമ്മ ജോലി ചെയ്തിരുന്ന വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് ഈ കുഞ്ഞുങ്ങൾ കഴിച്ചു വളർന്നത്. ഒരുപാട് കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിൽ ചെന്നിട്ടുള്ളത്. ഒരിക്കലും ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇവിടം വരെ എത്തിപ്പെട്ടത് ഓർത്തിട്ട് ചില സമയങ്ങളിൽ പേടിയും അത്ഭുതവും ഒക്കെ തോന്നാറുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയ റിസ്ക് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. പെൺകുട്ടികൾ കോച്ചിങ്ങിന് വരുന്ന സമയത്ത് സമൂഹത്തിൽ നിന്നും പല തരത്തിലുള്ള പേരുദോഷങ്ങളും അവർക്ക് കേൾക്കേണ്ടി വരുന്നു. ആ പെൺകുട്ടികൾ പിന്നീട് തിരികെ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ വരാൻ തോന്നിപ്പിക്കാത്ത വിധത്തിൽ സമൂഹം അവരെ പല തരത്തിലും അപമാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൺകുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം. മറ്റുള്ളവർക്കാണ് നമ്മുടെ മേലെ ഒരുപാട് ടെൻഷൻ അല്ലേ, ആ ഒരു ടെൻഷനൊന്നും വേണ്ട, അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് സമൂഹം നമ്മളോട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തണ്ടർ എന്ന് പറയുന്ന ഭാഗം അവസാനിപ്പിക്കുന്നത്. അടുത്ത ഭാഗമാണ് റെയിൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നാടോടി സംസ്കാരത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് നാടൻപാട്ട് കലാകാരിയും മത്സ്യബന്ധന തൊഴിലാളിയുമായിട്ടുള്ള അമ്മിണിയമ്മ. അപ്പോൾ ആ അമ്മിണിയമ്മ തോണി തൊഴിഞ്ഞു പോകുന്ന ഒരു വിഷ്വല് കാണിച്ചുകൊണ്ടാണ് റെയിൻ എന്ന് പറയുന്ന ഭാഗം തുടങ്ങുന്നത്. ഇവരും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ അച്ഛൻ്റെ വീടെന്ന് പറയുന്നത് തലയോലപ്പറമ്പാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് 9 വയസ്സുള്ളപ്പോൾ അച്ഛനും 6 മാസം കഴിഞ്ഞപ്പോഴും അമ്മയും മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴോ 4 മക്കളിൽ ഏറ്റവും ഇളയവരായിട്ടുള്ള ഒരു കുഞ്ഞും കൂടി മരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ചാലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് പിന്നീട് വളർന്നതും കല്യാണം കഴിഞ്ഞ് പോയതും ഒക്കെ. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ കൊച്ചിയിലേക്ക് വന്നു. ഇപ്പോൾ താമസം കൊച്ചിയിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് തന്നെ സ്കൂളിൽ അവർ പോയിട്ടില്ല. സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളുടെ കാര്യം ഓർത്തിട്ട് അവരെന്ത് ചെയ്തു, സ്കൂളിൽ പോയിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ ഞാൻ പോയേനെ, കാരണം പഠിക്കാത്ത കുറവ് ഇന്ന് ഒരുപാടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഒരു കാര്യം എനിക്ക് എഴുതി തന്നാൽ എനിക്ക് വായിക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഒരുപാട് വേദികളിൽ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് കേൾവികൾ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. കാഴ്ചയിൽ കണ്ട കാര്യം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കും. അപ്പോൾ അത് ജീവിതവും കാഴ്ചപ്പാടും തമ്മിൽ പൊരുത്തപ്പെടുത്തിയാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പഠിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തൻ്റെ മുത്തശ്ശി മരിക്കുന്നത് വരെ ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു തോൾമുണ്ട് മാത്രമാണ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പണ്ട് ആരും ബ്ലൗസ് ഇടാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശി പറയുമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് പാടത്ത് കന്നുകൂട്ടുന്നത് മനുഷ്യനെ കെട്ടിയിട്ടാണ്. ഇവരുടെ കല്യാണം കഴിയുന്നത് 1966 ആ സമയത്ത് അതിനു മുമ്പ് ആളുകളെ കിട്ടാതെ വന്ന സമയത്ത് തന്നെയും തൻ്റെ നാത്തൂനെയും കൂടി കാളയ്ക്ക് പകരം കെട്ടിയിട്ട് അച്ഛൻ പാടത്ത് ഉഴുമായിരുന്നു അത്ര. അപ്പോൾ ഇവർ അച്ഛനോട് ചോദിക്കും, ആളെ കിട്ടാഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നിലമുഴുന്ന ഒരു സമ്പ്രദായം അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കൃഷിയിടങ്ങളിൽ വലിയ തരത്തിലുള്ള മടകൾ ഉണ്ടാവും അല്ലേ, ആ മട മുറുക്കണമെങ്കിൽ ആളുകളെ ആ മടൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് മൂടുമായിരുന്നു അത്ര പതിവ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരാളെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിട്ടാണ് ഇവിടെ അമ്മിണിയമ്മ അത് പറഞ്ഞു വെക്കുന്നത്. പണ്ട് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മനുഷ്യന്മാരെ ഇട്ട് മടമൂടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് അവർ മനസ്സിലാക്കി വെക്കുന്നു. ഒരു തരത്തിൽ മനുഷ്യന്മാരെ മനഃപൂർവ്വം ചതിക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ്. ഒരാളെ പിടിച്ച് മടയിലിട്ടാൽ ഒരു മനുഷ്യനും ചോദിക്കാനുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. തെക്കൻ കുട്ടനാടിൽ കൊയ്യാൻ പോയ സമയത്ത് ഒരു പാണ്ടി കൊച്ചിനെ മുതലാളി എന്ത് ചെയ്തു, വലിയ പ്രദേശം കൂട്ടി തടുത്ത് വെച്ച ഒരു മടയുണ്ടായിരുന്നു. ആ മടയാണെങ്കിൽ മുറുകുന്നില്ല. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു ആളെ അവിടെ ഇട്ട് വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരെ 8-10 പേരെ എങ്ങോട്ടേക്ക് അയച്ചു, കോട്ടയത്തേക്ക് അയച്ചിട്ട് ഒരു പാണ്ടി കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ആ മടയിൽ കൊണ്ട് ഇറക്കി നിർത്തിയത്രേ. എന്നിട്ട് കട്ട കുത്തി ആ മടയിൽ ആ കുട്ടിയെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഭയത്തോടു കൂടി അവർ ഓർക്കുന്നുണ്ട്. ഒരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്
തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ പുരുഷന്മാർ കൂടുതൽ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ആണായിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടിമയാക്കിയിട്ട് ഞാൻ അവരെ നിർത്തിയേനെ. ഞാൻ ഒരു ദിവസം ഏകദേശം 4000 രൂപ വരെ മീൻ പിടിച്ച് കൊടുത്താലും നീയോ ഉള്ള ഒരു പണിക്കാരത്തി എന്നൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട്. വീട്ടിലെ എല്ലാവരെക്കാളും കൂടുതൽ പൈസ കൊണ്ട് കൊടുത്താലും പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കീഴിലേ നിൽക്കാവൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു അധികാരം കാണുമ്പോഴാണ് ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ആ പുരുഷന്മാരെ തൻ്റെ അടിമയാക്കി വെക്കാമായിരുന്നു എന്ന് അവർ ചിന്തിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, പട്ടിണി ഉണ്ടാവും, പരിഹാസം ഉണ്ടാവും, തല്ലുപിടുത്തം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ജീവിക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുക എന്നാണ് അവർ പറയുന്നത്. മരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കൊരിക്കലും മരിക്കാൻ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടോടു കൂടിയാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അടുത്തത് സെലീന മൈക്കിൾ എന്ന് പറയുന്ന സാധാരണക്കാരിയായിട്ടുള്ള ശവസംസ്കാര ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ജീവിതം അവതരിപ്പിക്കുന്ന ലൈറ്റനിങ് എന്ന് പറയുന്ന ഭാഗം വളരെ ഹൃദയസ്പർശിയാണ്. കൊച്ചിയിൽ ഏകദേശം 10 വർഷത്തോളം ആയിട്ട് ശവസംസ്കാര ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് സെലീന മൈക്കിൾ. ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഇന്ന് വരെയുള്ള തൻ്റെ ജീവിതത്തിൽ ഏകദേശം 3000-ഓളം ശവശരീരങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഒരിക്കലും അതിൽ എനിക്ക് പേടി തോന്നിയിട്ടില്ല. രാത്രി 3 മണി വരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഈ പണിയെടുക്കും. ഏകദേശം രാത്രി ഒരു 10-11 മണിക്കൊക്കെ ബോഡി വന്നു എന്ന് വെച്ചാൽ ആ ബോഡി കത്തി തീരാൻ വെളുപ്പിന് 3 മണി വരെയൊക്കെ സമയമെടുക്കും. ആ സമയം വരെ ഒറ്റയ്ക്ക് താൻ ഇവിടെ ഇരിക്കാറുണ്ട്. കൊതുകടി കൊണ്ട് ചില സമയത്ത് ഉറങ്ങും. അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് വിറകൊക്കെ പൊക്കി നോക്കും. ആ ബോഡി കത്തി തീർന്നതിന് ശേഷമാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഒരിക്കലും പേടിയില്ല. ഇവരെ ഈ തൊഴിലിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ഏകദേശം 5 ദിവസത്തിനുള്ളിൽ ഭർത്താവ് അടി തുടങ്ങി. ഭർത്താവാണെങ്കിൽ ഒട്ടും പണിക്ക് പോവില്ല. പണിക്ക് പോകാൻ നല്ല മടിയുള്ള ആളാണ്. എപ്പോഴും കുടിക്കാൻ കാശ് ഇവർ കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അയാൾ വീട്ടിലെ പണികളൊക്കെ നോക്കും, ചോറും കറിയൊക്കെ വെക്കും, കുട്ടികളെ തല്ലുമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇവർ ജോലിക്ക് പോയിട്ട് താമസിച്ച് ചെന്നു എന്ന് വെച്ചാൽ അനാവശ്യ വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ അടിക്കുകയും ചെയ്യും. കുട്ടികളെ തല്ലാറില്ലെങ്കിലും സെലീനയെ അടിക്കുന്ന സമയത്ത് കുട്ടികൾ പേടിച്ച് കട്ടിലിനടിയിൽ ഒളിക്കും. അങ്ങനെ സെലീനയെ എടുത്തെറിഞ്ഞ് നടുവൊടിച്ചിട്ടുണ്ട്, കൈയൊടിച്ചിട്ടുണ്ട്, പല്ലടിച്ച് കളഞ്ഞിട്ടുണ്ട്, ചെവി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപദ്രവം ഒരുപാട് കൂടിയ സമയത്ത് സെലീനയ്ക്ക് ആ ജീവിതം മടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ധൈര്യം വന്നു, ഒറ്റയ്ക്ക് ജീവിക്കാം. ആ ധൈര്യത്തിൻ്റെ പുറത്ത് അയാളെ ഇനി തൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് അവർ പറഞ്ഞു. അത്തരത്തിൽ തനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജോലി എടുത്തേ മതിയാകൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അവരെന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി വന്ന നിമിഷത്തിലാണ് ശവസംസ്കാര ജോലിയിലേക്ക് കടന്നു വന്നത്. ഒരു ബോഡി കത്തിത്തീരാൻ ഏകദേശം 2.5 മണിക്കൂർ സമയം വേണം. അത് അസുഖമുള്ള ബോഡിയാണെങ്കിൽ 3-4 മണിക്കൂറൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു മരിച്ച ബോഡിയെ അവർ പേടിക്കാറില്ല. കാരണം പറയുന്നത് മനുഷ്യനെ, അതായത് 2 കാലിൽ നടക്കുന്ന മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി, ഈ സമൂഹത്തിൽ വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. തനിക്ക് ഏറ്റവും കൂടുതൽ പേടി തൻ്റെ ഭർത്താവിനെയാണ്, ഒരിക്കലും മരിച്ച ശവത്തെയല്ല എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഉപദ്രവം അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഭർത്താവിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ മരിച്ചു കിടക്കുന്ന ശവങ്ങളൊക്കെ വെറും നിസ്സാരമാണ്, എനിക്ക് ഒട്ടും പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ തന്നെ കുറച്ച് അനുഭവങ്ങൾ പറയുന്നുണ്ട്. ചില ബോഡികളൊക്കെ കത്തി വീർക്കുന്ന സമയത്ത് വെള്ളം ചീറ്റി പൊട്ടിത്തെറിക്കും അത്രേ. ഓടി മാറിയില്ലെങ്കിൽ അത് പൊട്ടി നമ്മുടെ മേത്താവും. അത് പൊറുക്കാൻ കുറേയധികം സമയമെടുക്കുമെന്നും പറയുന്നുണ്ട്. ചില ബോഡിയാണെങ്കിലോ ഇങ്ങനെ ചിലപ്പോൾ പൊങ്ങി അങ്ങോട്ട് വരും. അത് കിടന്ന് കത്തില്ല, നിവർന്ന് നിന്നേ അത് കത്തിപ്പോവുള്ളൂ. ഒരാൾ കസേരയിൽ ഇരുന്നാൽ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഒരു ബോഡി നിന്ന് കത്തുക. ആ സമയത്തൊക്കെ വിറകൊക്കെ അകറ്റി മാറ്റി കൊടുക്കണം. അരമണിക്കൂർ കൂടുന്ന സമയത്ത് വിറകിട്ട് ബോഡി അനക്കിയൊക്കെ കൊടുക്കേണ്ടി വരും. ചില ദിവസം ബോഡികൾ കൂടുതലായിട്ട് വരും. ആദ്യം കാണുമ്പോൾ വിഷമമായിരുന്നു, ഫുഡ് കഴിക്കുമ്പോൾ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ കത്തിച്ചാൽ മതി എന്ന് മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും ബോഡിയൊക്കെ കത്തിച്ചതല്ലേ, ഞാനും ചാരമായി മാറിക്കോളാം. പുഴു അരിച്ച് മരിക്കുന്നതിൽ നല്ലതല്ലേ ചാരമാവുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മരിക്കുന്നത് വരെ ഈ ജോലി തുടരുമെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവും അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ 3 സ്ത്രീകളുടെ ജീവിതാവസ്ഥയാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും കൊച്ചി കാർണിവൽ കാണിക്കുന്നു. ഈ 3 പേരും അതൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്കതിൽ കാണാൻ പറ്റും. അവസാനം ആഗ്ബത്തിലുള്ള 2 വരികൾ കൊടുത്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി അവസാനിപ്പിക്കുന്നത്. വെൻ ഷാൽ വി 3 മീറ്റ് അഗെയിൻ ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട്.